പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദർശൻ അക്കാഡമി എന്നറിയപ്പെടുന്ന നമുക്കൊരു ചെറിയ വിദ്യാഭ്യാസ ചാനലുണ്ട്. ഇത് തുടങ്ങിയിട്ട് നാളായില്ല. രാവിലെ 8 മണിക്ക് കൃത്യമായിട്ട് ഷാർപ്പ് 8 o'clock തുടങ്ങും. ഒരു 8:20 അതിനപ്പുറം പോകില്ല. അപ്പോൾ നമ്മൾ നിർത്തുക. സ്പോക്കൺ ഇംഗ്ലീഷാണ്. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരും പങ്കെടുക്കുന്നുണ്ട്. ഈ ഫോണിലേക്ക് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി they are also participating in that. You can participate. ഞാൻ എൻ്റെ ലിങ്ക് രാവിലെ എൻ്റെ ഗ്രൂപ്പിലുള്ള IF-ൻ്റെ അകത്തിടും. മറ്റ് ചില ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിനകത്ത് ഇടും. അപ്പം അത് നിങ്ങൾ കയറി കാണും. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത്, ഒരു 10 ദിവസമുണ്ട് സ്കൂൾ തുറക്കാൻ. 10 ദിവസമുള്ള സ്കൂൾ തുറക്കുമ്പോൾ ആ ദിവസത്തിന് മുമ്പ് ചെറിയ ഇത് ക്ലാസ് എനിക്ക് സമയമുള്ളപ്പോൾ ഞാനെടുത്ത് യൂട്യൂബിലിട്ടേക്കും. യൂട്യൂബിൽ ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുക. ആരിലൊക്കെ പഠിച്ചോട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗിച്ചു കൊടുക്കുമല്ലോ ഒരാൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുക, ഷെയർ ചെയ്യുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ആദ്യം ഇന്ന് ദേശസ്നേഹത്തിൻ്റെ സ്ഫുരിക്കുന്ന ജ്വാലകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് കത്തുമ്പോഴാണ് ഒരു പെരുമ്പറയുടെ സ്വാതന്ത്ര്യനാഥം നമ്മുടെ മനസ്സിൽ കേൾക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ദേശീയഗാനം എഴുതിയതാരാ? ദേശീയഗാനം എഴുതിയത് ജനഗണമന എഴുതിയത് ആരായിരിക്കും? അത് മറ്റാരുമല്ല, രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് 2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കണ്ടപ്പോൾ സർ ചക്രവർത്തി പദം കൊടുത്ത ബ്രിട്ടീഷുകാരന് സർ ചക്രവർത്തി പദം എനിക്ക് വേണ്ടെന്ന് പറയും. ഗാന്ധിയെ മഹാത്മ എന്ന് വിളിച്ചതും ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് എൻ്റെ ഗീതാഞ്ജലി. അദ്ദേഹത്തിൻ്റെ 2 യൂണിവേഴ്സിറ്റിയുണ്ട്, വിശ്വഭാരതിയും പിന്നെ ഒന്നുകൊണ്ട് അതിൻ്റെ തലയിൽ നിന്ന് പോയി, സാരമില്ല പിന്നീട് പറഞ്ഞുതരാം. വിശ്വഭാരതി. അപ്പോൾ ലോകം ഒരു പക്ഷിക്കൂടാകണമെന്ന ചിന്തയിലാണ്. ലോകം ഒരു പക്ഷിക്കൂടാകണം എന്നുവെച്ചാൽ ഇന്ത്യ മാത്രമല്ല. ഇന്നിപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റ് മുഹമ്മദ് ഹൈദി ഞാൻ തോന്നുന്നു മരിച്ചിരിക്കണം. നമ്മുടെ ദുഃഖം കൂടെ ഒരു രാജ്യത്തിൻ്റെ തലവനാണ് പോയിരിക്കുന്നത്. മുഹമ്മദ് ഹൈസ്തിയാൻ പോകും. സാരമില്ല, ഹെസ്തി. അപ്പം അടുത്ത രണ്ടാമത്തെ കാര്യം, ദേശീയ ഗീതമേതാ? ദേശീയ ഗാനം ദേശീയ ഗീതം വ്യത്യാസമുണ്ട്. ദേശീയ ഗീതം വന്ദേ മാതരമാണ്. റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വന്ദേ മാതരം. ഇത് AR റഹ്മാൻ ഭയങ്കര സുന്ദരമായിട്ട് തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. AR റഹ്മാൻ്റെ വന്ദേ മാതരമൊക്കെ യൂട്യൂബിൽ കയറി നോക്കണം. അത് വെച്ച് ഒരു ഡാൻസൊക്കെ ഒന്ന് ഫോം ചെയ്യാനാണെങ്കിൽ ഫ്യൂഷൻ ഡാൻസൊക്കെ ഒപ്പിച്ചെടുക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് +1 +2 10 8 പഠിക്കുന്ന കുട്ടികൾക്ക് അതിനൊക്കെ ചിലപ്പോൾ നല്ലോണം 6ാം ക്ലാസ് വരെ ചെയ്യും, 5ാം ക്ലാസ് വരെ. ഓക്കെ, ദറ്റ് ഈസ് ക്രിയേറ്റീവ് ബ്രെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സാരേ ജഹാം സേ അച്ഛ. ഇതാരാ എഴുതിയ? ഇത് ഭയങ്കരമായിട്ട് ജനമനസ്സിൽ അലയടി പോലെ, അതായത് സമുദ്രത്തിൻ്റെ തിരമാലകൾ ഓളം തള്ളി കരയ്ക്ക് കത്തി മണൽ കൂറ്റങ്ങൾ കൊണ്ട് കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ആകാശത്തിലെ മേഘങ്ങൾ ഉരുണ്ടുകൂടി ഇങ്ങനെ പാഞ്ഞു പോകുന്നത് പോലെ ജനസമുച്ചയത്തെ സാന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന മനോഹരമായ ഒരു ഗാനമാണ് സാരേ. പാടാനിക്കാറുണ്ട്, നിങ്ങൾ പാടിക്കോ. ജഹാം സേ അച്ഛം. ഇതെഴുതിയത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും, എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മഹാകവി എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അത് എഴുതിയത്. പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഭാരതാംബയ്ക്ക് വേണ്ടി പുരുഷന്മാരോട് മരിക്കാൻ നമ്മുടെ സ്ത്രീകൾ പറഞ്ഞു. നിങ്ങൾ പോയി രാജ്യത്തിനു വേണ്ടി മരിച്ചോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ ഭർത്താക്കന്മാരില്ലാതാവട്ടെ, ഞങ്ങൾ അച്ഛന്മാരില്ലാതായിക്കോളും, സാരമില്ല, ഭാരതം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ മക്കളുടെ നാടാണ്. പിതാക്കന്മാരോട് നിങ്ങൾ പോരാടുക. സ്ത്രീകൾ പോലും പറഞ്ഞു ഞങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി വരാം. വിദേശ ശക്തികൾക്കെതിരെ പോരാടി ഒരുപാട് ഉണ്ടായിരുന്നു, റാണിമാരുണ്ടായിരുന്നു, വിപ്ലവകാരികളുണ്ടായിരുന്നു, ഗോത്രത്തലവന്മാരുണ്ടായിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മനെ പോലുള്ള, അല്ലെങ്കിൽ അഹല്യബായ് ഗോൾക്കറെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലൂരി രാമരാജു, ടിപ്പു സുൽത്താൻ, കിറ്റൂർ റാണയും, ഭഗത് സിംഗ്, സുഖദേവ് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, മംഗൾ പാണ്ഡെ, മാർത്താണ്ഡ വർമ്മ, പഴശ്ശിരാജ, കുഞ്ഞാലി മരക്കാർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ലോകമാന്യ ബാലഗംഗാധര തിലകൻ, ലാലാ ലജപത് റായ്. എഴുത്തുകാരുടെ കൂട്ടത്തിൽ മുൻഷി പ്രസാദ്, നാട്ടുകാരനൊരാൾ ഫ്രാൻസിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് KS വെങ്കടരമണ. പിന്നെ ഇംഗ്ലീഷ് എഴുത്തുകാരായിട്ട് രാജാറാവു, കാന്തപുര. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരാളായിരിക്കും മുൽക്ക് രാജ് ആനന്ദ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നല്ലതാണ് വായിക്കാൻ.
കുറച്ച് വായിക്കേണ്ട പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്തു തരാം, നിങ്ങൾക്ക് താല്പര്യം എടുക്കുക. മഹാത്മാഗാന്ധി, നെഹ്റു, ഡോക്ടർ ബി ആർ അംബേദ്കർ, ഇവരൊക്കെ വനിതാ എഴുത്തുകാരായിട്ട് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് എഴുത്തുകാർ സരോജിനി നായിഡു, സുഭദ്ര കുമാരി ചൗഹാൻ എന്നിവരൊക്കെയാണ്. പിന്നെ കൃതികൾ, ഒത്തിരി കൃതികൾ അന്നത്തെ പ്രമുഖരായ ആളുകളുടെ, സുബ്രഹ്മണ്യ ഭാരതിയുടെ, പെരിയാർ രാമസ്വാമി നായക്കർ, തിരുക്കുറൾ പോലുള്ള പുസ്തകങ്ങൾ, പിന്നെ ജോഷ് മഹില ബന്തി, മുഹമ്മദ് അലി ചൗഹാൻ, പിന്നെ ഒത്തിരി ആളുകൾ ഇങ്ങനെയാണ്. അലൂർ ഹനുമന്ത് റാവു, ഗുർദാസ അപ്പറാവു, പട്ടമഹർഷി രാമായണ ചന്ദ്രലു, തുമ്മല സീതാരാമമൂർത്തി, ഇങ്ങനെ കുറേ ആളുകൾ എഴുത്തുകാരായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് കവി, പൂർണ്ണമായിട്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കവിയും എഴുതിയ മനോഹരമായൊരു വാക്കാണ് ഇൻക്വിലാബ് സിന്ദാബാദ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അസ്രത് മൊഹാനി എന്ന് പറയപ്പെടുന്ന ആളാണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് എഴുതി. അപ്പോൾ ഇൻക്വിലാബ് സിന്ദാബാദ് ഇന്ന് സമരത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്ന് കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും BJP-ക്കാരാണെങ്കിലും BSP-ക്കാരാണെങ്കിലും കേരള കോൺഗ്രസ് M ആയാലും കേന്ദ്ര കോൺഗ്രസ് B ആണെങ്കിലും പിന്നെ RJD ആണെങ്കിലും ഇന്നത്തെ ചൂലുകൊണ്ട് കിടക്കുന്ന ആം ആദ്മി പാർട്ടി ആണെങ്കിലും ഇവരെല്ലാം വിളിക്കുന്നത് ഇൻക്വിലാബ് സിന്ദാബാദ് എഴുതിയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ചിലപ്പം അത് നമ്മുടെ കാരൽ മാർക്സ് ആയിരിക്കും എന്ന് പറയും. അല്ല, കാരൽ മാർക്സ് ഒന്നുമല്ല, ഇ.കെ. നായനാരല്ല, മുഹമ്മദ്, അത് എപ്പോഴും ആലോചിച്ചു, അസ്രത് മൊഹാനയാണ് അത് എഴുതിയത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യുദ്ധകാഹളം എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. ഓരോ മനുഷ്യരുടെയും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക തലം എന്തെന്ന് വെച്ചാൽ, ഭാരതത്തിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ദേശസ്നേഹത്തിൻ്റെ ഭാഷ ഒരിക്കൽ അന്തരീക്ഷത്തിൽ അലയടിപ്പിച്ചുകൊണ്ട് മരിച്ചുപോയ ഭഗത് സിംഗിൻ്റെയൊക്കെ മണം ഇന്നും കാത്ത് ഇവിടെ ഭൂമി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻക്വിലാബ് സിന്ദാബാദ് എന്നുള്ള വാക്കിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. അപ്പം സുഭാഷ് ചന്ദ്രബോസാണ് മറ്റൊരു വാക്ക് വളരെ ശക്തമായൊരു, നമ്മളിന്ന് പറയും ഇത് കണ്ടുപിടിച്ചത് RSSകാരാണ്, BJP-ക്കാരല്ല. ഇത് കണ്ടുപിടിച്ചത് ജയ് ഹിന്ദ് എന്ന വാക്ക് കണ്ടുപിടിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ആ വാക്ക് ജയ് ഹിന്ദ് എന്ന് ഉപയോഗിച്ച അദ്ദേഹം കേരളത്തിലെ വളരെ ശക്തമായ ഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുകയും കാപ്പാടെന്ന് പറയപ്പെടുന്ന കോഴിക്കോട് കടൽത്തീരത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് ആളുകളെ കൂട്ടി വിളിക്കുവാൻ വേണ്ടി ഒരു കോർത്തിണക്കിയൊരു പാട്ടുണ്ട്. വരിക സഹചരെ വലിയ സഹന സമരമായി കരളുണർന്നു കൈകർ കോർത്ത് കാൽനടയ്ക്ക് പോകുന്ന ഉപ്പ് നാം കുറുക്കണം, ബ്രിട്ടനെ തുരത്തുവിൻ. ഒത്തിരി നല്ല സുന്ദരമായ പാട്ടാണ്. ഇതാരാ എഴുതിയേ? അംശി നാരായണപിള്ള ഈ പാട്ട് കേട്ടുകൊണ്ട് ജനസമുദ്രം പുറത്തേക്ക് ഇറങ്ങി വന്നു, പൂണൂലുകൾ പൊട്ടിച്ചിറങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഇല്ലത്തിനകത്ത് മാത്രം സൂക്ഷിച്ച് നിന്ന, അല്ലെങ്കിൽ അകത്തളത്തിൽ നിന്ന് മാത്രം എത്തി നോക്കിയ കണ്ണുകളാകുന്ന കുഞ്ഞിക്കാവമ്മയും കുട്ടിമാളും അമ്മയൊക്കെ സ്വാതന്ത്ര്യ സമര വേദിയിലേക്ക് ചാടി ഇറങ്ങി വന്നു. ആർത്തിരമ്പുന്ന തിരമാലകളേക്കാൾ ശബ്ദമുണ്ടായിരുന്നു ജനത്തിന്. ഭാരതത്തിൻ്റെ സന്താനങ്ങൾക്ക് കേളപ്പനോടൊപ്പം അബ്ദുറഹ്മാൻ സാഹിബിനോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടി, ഗാന്ധിജിയുടെ പിന്നിൽ ഞങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഉപ്പ്, അതായത് കടൽത്തീരത്തെ വെള്ളമെടുത്ത് കുറുക്കി ഉപ്പുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി പോരാടാൻ മനുഷ്യരെ പ്രേരിപ്പിച്ച ഒരു വരിയാണ് അംശി നാരായണപിള്ളയുടെ വരിക ശകചരി. പിന്നെ കേരളത്തിൽ വള്ളത്തോൾ, പി.കെ. ഗോപാലകൃഷ്ണൻ, ജി. ശങ്കരക്കുറുപ്പ്, നാലാങ്കൽ കൃഷ്ണപിള്ള, കുമാരനാശൻ, ജി. കുമാരപിള്ള, ബഷീർ, സഹോദര അയ്യപ്പൻ, ഇങ്ങനെ ഒരുപാട് പേരെ മനസ്സിലാക്കാൻ. അപ്പം നമുക്ക് മനസ്സിലായോ? നമുക്കറിയാവുന്നതല്ല, ഇനി അറിയാനുള്ളതാണ് കൂടുതൽ. എൻ്റെ മനസ്സിൽ ഒരു തിരയിളക്കത്തിൻ്റെ ശബ്ദമുണ്ടായി അംശി നാരായണപിള്ളയുടെ ആ ഒരു വരി ചൊല്ലിയപ്പോൾ. അത് ഏറ്റെടുത്തുകൊണ്ട് ജനസമുദ്രം ഇറങ്ങി വന്നപ്പോൾ ആലോചിച്ചുള്ളത്, നമ്മളിന്ന് സ്വാതന്ത്ര്യത്തോടെ നെഞ്ചും വിരിച്ചുകൊണ്ട് അമ്മമാർക്ക് മാറുമറയ്ക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മണിയടിച്ച് നിൽക്കേണ്ട സമയത്ത് മേലളം വന്ന മണിയടിച്ചു മാറേണ്ട സമയത്ത് മാറാതെ നിൽക്കാൻ നമ്മെ പ്രേരിപ്പിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ സമരവീര്യങ്ങളിൽ നിന്ന്, പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ ശക്തമായി വരണം. ഭാരതത്തെ മാത്രം സ്നേഹിക്കാനല്ല, ലോകം ഒരു പക്ഷിക്കൂടാണെന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്മയുടെ ദിവസം. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലായിരിക്കും ഇടുന്നത്, ഇട്ടിട്ട് യൂട്യൂബ് വഴി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇട്ട് തരാം. നന്മയുടെ നല്ല ദിവസം. ചിന്തയാണ് അടിസ്ഥാനമുള്ളത്.
ചിന്തിക്കുന്നവർക്ക് മാത്രമേ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾ ചിന്തിക്കാത്തവരിലോ ചിന്തിക്കുന്നവനാണ് പുതുതായി വരി വെട്ടുന്നവൻ. ഓക്കെ, താങ്ക് യു. ജോൺസൺ കരൂർ.